ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പ്രതികരിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് പരിഷ്കൃത സമൂഹത്തിന്റെ പ്രധാന ഉത്തരവാദിത്തമാണെന്നും സർക്കാർ ഫലപ്രദമായ ഇടപെടലുകളിലേക്കാണ് നീങ്ങുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഒന്നും മറച്ചുവെക്കാനില്ലാതെ കോടതിയുടെ സാങ്കേതികമായ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് വന്നതോടുകൂടി ഇപ്പോഴും പൊതുജനങ്ങളുടെ മുമ്പിലേക്കത് എത്തിയിരിക്കുകയാണ്. തീർച്ചയായും സമൂഹത്തിൻ്റെ പരിച്ഛേദം പോലെ പുരുഷ മേധാവിത്വ സമൂഹമാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഫ്യൂഡൽ ജീർണത അവസാനിക്കാതെ ജനാധിപത്യപരമായ സംവിധാനത്തിലേക്ക് പോലും പൂർണ്ണമായി എത്തിച്ചേരാത്ത ഒരു സമൂഹം. ആ സമൂഹത്തിൻ്റെ ജീർണത മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും തുല്യത ഈ രാജ്യം, പ്രത്യേകിച്ച് കേരളം, ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. ആ തുല്യതയ്ക്കു വേണ്ടിയുള്ള പോരാട്ടം സ്ത്രീകൾ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹം ഒന്നടങ്കം ഒറ്റക്കെട്ടായി പൊരുതി നേടേണ്ടുന്ന ഒന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് വളരെയേറെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് ഏത് പരിഷ്കൃത സമൂഹത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഗവൺമെൻറ്റും ആ രീതിയിലുള്ള ഫലപ്രദമായ ഇടപെടലിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പൂർണ്ണമായ പിന്തുണ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് സ്ത്രീവിരുദ്ധ സമൂഹമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു കൃത്യതയോടുകൂടി പറഞ്ഞാൽ അതിൻ്റെ മുഖമുദ്ര. സ്ത്രീവിരുദ്ധതയാണ്, പുരുഷ മേധാവിത്വപരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ തീർച്ചയായും പടിപടിയായി ജനാധിപത്യവൽക്കരണത്തിലേക്കുള്ള നീക്കം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ആര് വിചാരിച്ചാലും അത് തടഞ്ഞു വെക്കാൻ സാധിക്കുന്നതല്ല. സർക്കാരിന് ഒരു സംശയമില്ല, സർക്കാർ ജനങ്ങളുടെ ഒപ്പമാണ്. അതുപോലെ തന്നെ ഈ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ്, അതുപോലെ സ്ത്രീ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ പ്രവർത്തിക്കുക. അതിൻ്റെ എല്ലാ പ്രഖ്യാപിത നിലപാടുകളും അങ്ങനെയാണ്. കേരളം ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഇക്കാര്യം കൈകാര്യം ചെയ്തു. സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. തുല്യത, സമത്വം, സ്ത്രീകളെ ഉന്നതിയിൽ എത്തിക്കുക എന്നതാണ് സർക്കാർ നിലപാട്. സ്ത്രീ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുകയെന്നും CPIM സെക്രട്ടറി കൂട്ടിച്ചേർത്തു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. സിനിമാ നയ രൂപീകരണത്തിന് കോൺക്ലേവ് സംഘടിപ്പിക്കാനാണ് തീരുമാനം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺക്ലേവ് നവംബറിൽ കൊച്ചിയിൽ നടക്കും. ഇതിനായി സാംസ്കാരിക വകുപ്പ് മുന്നൊരുക്കങ്ങൾ സജീവമാക്കും. സിനിമയിലെ എല്ലാ തൊഴിൽ മേഖലകളെയും പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാകും കോൺക്ലേവ് സംഘടിപ്പിക്കുക. KSIDCക്കാണ് നയരൂപീകരണത്തിന്റെ ചുമതല. കോൺക്ലേവിന് മുമ്പ് സിനിമയിലെ സംഘടനകളുമായി ചർച്ച നടത്തുകയും കരട് നയരേഖ തയ്യാറാക്കുകയും ചെയ്യും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലാകും നയരൂപീകരണം. സ്ത്രീവിരുദ്ധതയാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ മുഖമുദ്രയെന്നും പടിപടിയായി ജനാധിപത്യവൽക്കരണത്തിലേക്കുള്ള നീക്കം ഉണ്ടാകുമെന്ന് പറഞ്ഞ അദ്ദേഹം ആര് വിചാരിച്ചാലും അത് തടഞ്ഞുവെക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി. അതിനിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സാംസ്കാരിക വകുപ്പും സർക്കാരും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഇതിൽ ഗതാഗത മന്ത്രിക്ക് കാര്യമില്ലെന്നും മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കി. സിനിമാ നടൻ കൂടിയായ മന്ത്രി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച പരാമർശങ്ങളിൽ കൂടുതൽ പ്രതികരിക്കാനും തയ്യാറായില്ല. എന്തെങ്കിലും പറഞ്ഞ് വിവാദത്തിനില്ലെന്നും ചില കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ചാടേണ്ടെന്നും മന്ത്രി പറഞ്ഞു. WCC ആളുകളെ ഞാൻ വിളിച്ച് സംസാരിച്ചു എന്ന് മാത്രമല്ല, അതിനുശേഷം വനിതാ കമ്മീഷനെ കൊണ്ട് വിളിപ്പിച്ചു ട്രിവാൻഡ്രത്ത്. അവർ വന്നപ്പോൾ പിന്നെ സമയം കിട്ടി, അവരൊരു ദിവസം ഫുൾ ടൈം ചർച്ച ചെയ്തു. അവരുടെ വനിതാ കമ്മീഷൻ ചർച്ച ചെയ്തുണ്ടാക്കിയ ആ രേഖ നമ്മുടെ മുമ്പിൽ വന്നു. ഇവർ മാത്രമായി, അതായത് ആ സിനിമാ രംഗത്ത് WCC ബന്ധപ്പെട്ട വനിതകൾ മാത്രമായി കൂടിയ യോഗത്തിൻ്റെ മിനിറ്റ്സും രേഖകളും നമ്മുടെ മുമ്പിൽ വന്നു. അതുപോലെ തന്നെ പിന്നെ അമ്മയുടെ പ്രതിനിധികളുമായിട്ട് സംസാരിച്ചു, ടെക്നീഷ്യന്മാരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു, തിയേറ്റർ ഉടമകളുമായിട്ട് സംസാരിച്ചു. വലിയൊരു പ്രക്രിയയാണ് കഴിഞ്ഞ 1.5 വർഷം നടന്നത്. അത് നിസ്സാരമായിട്ട് കാണരുത്. ആ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ഒരു സിനിമാ നയം രൂപീകരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. നയപരമായ കാര്യമാണ്. അപ്പോൾ ആ സിനിമാ പോളിസി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഷാജിയൻ കരൺ സാറ്, KSFDCയുടെ ചെയർമാൻ, കൺവീനറായ ഒരു കമ്മിറ്റി, 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി, 5ആണോ 7ആണോ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ കമ്മിറ്റി പഠിച്ചൊരു റിപ്പോർട്ട് ഇപ്പോൾ കൊണ്ടുവന്നു. ആ റിപ്പോർട്ട് ഞങ്ങൾ വീണ്ടും
ഈ അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള സിനിമാ രംഗത്തെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ മാത്രം വിളിച്ച് ഒരു ചർച്ച നടത്തി. ആ ചർച്ച അടിസ്ഥാനത്തിൽ ചില മാറ്റകയറ്റങ്ങൾ വരുത്താൻ വേണ്ടി തീരുമാനിച്ചു. ചില മാറ്റകയറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ അവിടെ കൊടുത്തു. അത് ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ഞങ്ങൾ ഒരു കാര്യം കൂടെ തീരുമാനിച്ചു. ഈ വന്നിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ റിപ്പോർട്ടുണ്ട്, ജസ്റ്റിസ് ഹേമയുടെ പിന്നെ ഈ പറയുന്ന നിർദ്ദേശങ്ങളും നിഗമനങ്ങളും ഉണ്ട്, പിന്നെ മറ്റ് സംഘടനകൾ പറഞ്ഞിട്ടുണ്ട്, WCC ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂടി വെച്ചിട്ട് നമുക്കൊരു കോൺക്ലേവ് നടത്തണം. അവരെല്ലാം അക്സെപ്റ്റ് ചെയ്തു. ഒരു 2-3 ദിവസം കൊച്ചിയിൽ ഒരു കോൺക്ലേവ് നടത്തണം. അടുത്ത നവംബർ മാസത്തിലേക്ക് അത് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഏറ്റവും വേഗം, കാരണം ഈ പേപ്പറുകളെല്ലാം തയ്യാറാക്കി നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഡിസ്കഷൻ നടന്നിട്ട് അവരുടെ കൂടി അഭിപ്രായങ്ങൾ വിവിധ മേഖലയുള്ള ആളുകൾ, അതായത് ലൈറ്റ് ബോയ് മുതൽ നമ്മുടെ സിനിമാ രംഗത്തെ ഏറ്റവും മുതിർന്ന ആളുകൾ വരെയുള്ള എല്ലാവരുമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് ചർച്ച ചെയ്യണം. ഇന്ത്യയിലെ പ്രമുഖരായ സിനിമാ രംഗത്തെ ആളുകളെ പ്രത്യേക രീതിയിൽ ക്ഷണിക്കണം. ലോകാടിസ്ഥാനത്തിലുള്ള ആളുകളെ ക്ഷണിക്കണം. കാരണം ഇതിൻ്റെ സാങ്കേതിക മേഖല മികവുറ്റാക്കണം. അടിസ്ഥാന സൗകര്യങ്ങളിൽ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ, ഇപ്പം തന്നെ ചിത്രാഞ്ജലി 150 കോടി രൂപ ഡെവലപ്മെൻറ്റ്സ് നടക്കുകയാണ്. അതിന് 80 കോടി രൂപയുടെ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്, ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള മാറ്റമാണ്. കൊച്ചിയിലാണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. 27 തിയേറ്ററുകളിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒരുപാട് സ്ക്രീനുകൾ പുതിയതായി വന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ തകർന്നു കിടന്ന പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ തിയേറ്റർ, തൃശ്ശൂരെ തിയേറ്റർ എല്ലാം നിർമ്മാണം തിരുവനന്തപുരത്ത് പൂർത്തീകരിച്ചു. അപ്പോൾ ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇപ്പോൾ ഇവർ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം, ഈ 24 കാര്യങ്ങൾ എല്ലാം തന്നെ ഒന്നൊന്നായി അതിനകത്ത് എന്താണ് അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ, അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ നമുക്കത് പഠിച്ച് മാത്രമേ ചെയ്യാൻ കഴിയൂ. തീർച്ചയായിട്ടും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള നിഗമനങ്ങളും നിർദ്ദേശങ്ങളും നടപ്പാക്കാൻ ഗവൺമെൻറ് ഉത്തരവാദിത്തമുണ്ട്. ആ നടപടിക്രമങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ 5/7/2024 ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷൻ, പഴയ വിവരാവകാശ കമ്മീഷൻ 20 കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് കൊടുക്കുന്ന ചെയ്തിട്ടില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അത് എതിർക്കേണ്ട കാര്യമില്ല. കാരണം ഗവൺമെൻറ് എതിർക്കാനും പറ്റില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ മന്ത്രി ആരും കസ്റ്റഡിയിലല്ല. അങ്ങനെ വന്നപ്പോൾ ഒരാൾ ഹൈക്കോടതി പോയി. 13/8/2024 ഹൈക്കോടതി പറയുന്നു, പിന്നെ സ്റ്റേ ചെയ്യുന്നു. സ്റ്റേ ചെയ്തതിന് ശേഷം ആ സ്റ്റേക്ക് ശേഷം ഹൈക്കോടതി ഹിയർ ചെയ്തപ്പോൾ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തു. കൊടുക്കണം. ആ റിപ്പോർട്ടിൻ്റെ ഏതൊക്കെ ഭാഗം കൊടുക്കണമെന്ന് ഹൈക്കോടതിയും വിവരാവകാശ കമ്മീഷനും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ റിപ്പോർട്ട് ഹൈക്കോടതി പറഞ്ഞ തീയതിക്കുള്ളിൽ കൊടുക്കുക എന്നുള്ളത് മാത്രം. കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് പിന്നെ ഹൈക്കോടതി പറയേണ്ടത്. സ്വാഭാവികമായിട്ടും അത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ പറയുന്നത് ഒരുപാട് അതിനകത്ത് കുറ്റകരമായ കുഴപ്പങ്ങൾ ഉണ്ട്. ആ റിപ്പോർട്ട് സ്ത്രീവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ നടന്നിരിക്കുന്നു, ഈ രംഗത്ത് നടന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ഭാഗം നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഫാക്ട്സ്, ആ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് ഗവൺമെൻറ് പോകേണ്ട ഭാഗമുണ്ടെങ്കിൽ അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടിയിലേക്ക് പോകും. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റാൻഡ്.